അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഞാനും ഇവിടെ നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നത്. അതുകൊണ്ട് നമുക്ക് അധികം കത്തി വെക്കാണ്ട് വേഗം വീഡിയോയിലേക്ക് പോകാം. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇന്നത്തെ ദിവസം മൊത്തം പണി പാളും എന്ന് പറഞ്ഞ പോലെ കേട്ടോ. അതുകൊണ്ട് നമുക്ക് വേഗം നാസ്ത ഉണ്ടാക്കിയെടുക്കട്ടെ. നാസ്തക്ക് ട്യൂണ ഫിഷ് ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുറച്ച് ദിവസമായിട്ട് വാങ്ങി വെച്ച ട്യൂണൻ്റെ ടിന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെയെങ്കിലും വേഗം ഉണ്ടാക്കി തീർക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞു പോലോ. ഞാൻ ഫിഷ് മസാല ഉണ്ടാക്കേണ്ടിയിട്ട് ഉള്ളിയെല്ലാം മൊത്തത്തിൽ അരിഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. ചിലതൊന്നും ഞാൻ കാണിക്കുന്നില്ല, കുറച്ചായിട്ട് കാണിക്കുന്നില്ല കേട്ടോ. കാരണം രാവിലെ ഭയങ്കര തിരക്കുള്ള സമയം. ഒരു ഭാഗത്ത് ചായ വെക്കണം, ഒരു ഭാഗത്ത് കറിയാക്കണം, ഒരു ഭാഗത്ത് പത്തിലോ ദോശയോ എന്തെങ്കിലും ചുടണം, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ സാൻഡ്വിച്ച് ആക്കും. സ്പെഷ്യലായിട്ട് അങ്ങനെ ഒന്നും ആക്കില്ല കേട്ടോ. രാവിലെ എന്തെങ്കിലും സിമ്പിളായിട്ട് ഒന്നിക്കൊക്കെ ദോശ, അല്ലെങ്കിൽ പത്തില്, അല്ലെങ്കിൽ എന്തെങ്കിലും സാൻഡ്വിച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും ഉപ്മാവോ അങ്ങനത്തെ എന്തെങ്കിലും അങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്താണോ അത് മാത്രമേ ചെയ്തിട്ടെടുക്കലുള്ളൂ. ഇപ്പോൾ ട്യൂണ ഫിഷ് അതുപോലെ തന്നെ സിമ്പിളായിട്ട് വേഗം ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന കേട്ടോ. പെട്ടെന്ന് നമുക്ക് കുക്കായി കിട്ടും. ഓൾറെഡി അത് പകുതി കുക്കായിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ പിന്നെ വേഗം കുക്കായി കിട്ടുകയും ചെയ്യും. നമുക്ക് അധികം സമയം ഇതിൻ്റെ മുന്നിൽ നിൽക്കാൻ വേണ്ടി. കാരണം ഉണ്ടല്ലോ, ഞാൻ ഈ നാസ്ത ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് പിന്നെ പോയിട്ട് മറിയൂനെ മാറ്റി കൊടുക്കും, മുടി കെട്ടി കൊടുക്കും, എല്ലാം ചെയ്യലിട്ട്. അതുകൊണ്ട് പിന്നെ മൊത്തത്തിൽ സ്പീഡായിട്ട് ചെയ്യൽ. അതുകൊണ്ട് തന്നെ എല്ലാ വ്ളോഗിലൊന്നും എനിക്ക് രാവിലത്തെ നാസ്ത ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഇടാനോ ഒന്നിനും പറ്റില്ല കേട്ടോ. ഞാനപ്പോൾ വിചാരിക്കും ഷോർട്സിൽ രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് കേട്ടോ. പക്ഷേങ്കിൽ ഒരിക്കലും ഷോർട്സിലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇതന്നെ അവിടെ നിന്ന് വിടുന്നതായിട്ട് കുറച്ച് ക്ലിപ്സ് മാത്രം എടുത്തു വെച്ചതാണ്. ഞാനിപ്പോൾ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ കുറച്ച് ഉള്ളിയും തക്കാളിയും പച്ചമുളകും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്തിട്ട് നല്ലോണം വഴറ്റി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് ഫിഷ് മസാലയും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി എടുക്കട്ടെ. ഇനി ഇതിൽ വേണമെങ്കിൽ മാത്രം, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കുറച്ച് ടൊമാറ്റോ സോസും അതുപോലെ തന്നെ സോയ സോസും ചേർക്കട്ടെ. ഞാൻ ചേർക്കുന്നില്ല, ആ ഒരു ടേസ്റ്റ് എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. ഞാനിപ്പോൾ വേഗം ടിന്ന് പൊട്ടിച്ചിട്ട് ട്യൂണ ഫിഷ് ഇതിലേക്ക് ഇടുന്ന, എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ടിന്നിലുള്ള ഫിഷ് ഉണ്ടല്ലോ ഭയങ്കര ഈസി ആയിട്ടാ. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ നല്ല പോലെ ഒന്ന് മിക്സ് ആയി കിട്ടും. അല്ലെങ്കിൽ ഉണ്ടല്ലോ ചെറിയ 2 പീസുകളായിട്ടുണ്ടാകും. അത് കുറേ നേരം നമ്മളിങ്ങനെ കുത്തി ഇളക്കി പീസാക്കി എന്തായാലും ഇങ്ങനെ ആക്കി എടുക്കണം. അപ്പോൾ പിന്നെ നുറുങ്ങിയിട്ടെങ്കിലേ നല്ലത്. അപ്പോൾ ഞാനത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂടി വെച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയുള്ളൂ നമ്മളെ പണി. നമ്മൾ ട്യൂണ ഫിഷ് റെഡി ആയിട്ടാ. സംഭവത്തിൽ ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇത് മാത്രം എങ്ങനെ തിന്നുവന്ന കേട്ടോ. പക്ഷേ ഇത് മാത്രമല്ല തിന്നുന്നത്, ഇതിൻ്റെ കൂടെ കുബൂസും കൂടി ഉണ്ട് കേട്ടോ. ഇന്നലെ രാത്രി ഷവർമ ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്നത് എന്തായിക്കാം. പക്ഷേങ്കിൽ ഷവർമക്ക് എടുത്തിനില്ല കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ നാസ്തിയൊക്കെ ആക്കിപ്പോയിനും. അതുകൊണ്ട് ഞാൻ ഇന്നലെ രാത്രി സ്നാക്സ് ഉണ്ടാക്കാത്തതുകൊണ്ട് തന്നെ അത് ഞാൻ രാവിലെ എടുക്കാമെന്ന് വിചാരിച്ചേട്ടാ. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ മറന്ന് പിന്നെ അതിൻ്റെ ഡേറ്റ് അങ്ങ് കഴിഞ്ഞു പോകും. എന്തായാലും 2-3 ദിവസത്തെ ഡേറ്റ് ഉണ്ടാവും കുബൂസിന്. അപ്പം നമ്മൾ ചായയെല്ലാം ആക്കിയിട്ട് എല്ലാവരും കുത്തിരി നാസ്തയൊക്കെ കഴിക്കുന്ന. ഇനിയിപ്പോൾ മറിയൂന് മുടിയൊക്കെ വാർന്നിട്ട് ഓളെ ലാസ്റ്റ് ഘട്ട ഒരുക്കങ്ങളിലേക്ക് തുടങ്ങിയിട്ടാ. ഇനിയിപ്പോൾ വേഗം വാർന്നിട്ട് പോകേണ്ട സമയമായി കേട്ടാ. ഏകദേശം ഒരു 9:30 മണിയെല്ലാം ആയി. ഓളെ മുടി ഇപ്രാവശ്യം കട്ട് ചെയ്തത് തീരെ ഒരു ലൈനില്ല കേട്ടോ. അപ്പോൾ എല്ലാ പ്രാവശ്യം ഇങ്ങനെ തന്നെ ഇവിടെ നാട്ടിൽ നിന്ന് പോകുന്നവരെ എനിക്ക് മതിയായിരിക്കും ഓളെ ഹെയർ കട്ട് ചെയ്തിട്ട് കിട്ടിയില്ല. അപ്പോൾ തായ്ക്കും മറിയും പോയി. ഇനിയിപ്പം 9:30 മണിയായി കേട്ടാ. ഇനിയിപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ഉച്ചക്കത്തെ കറിയും എല്ലാം ആക്കി വെക്കണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ പാച്ച് പിന്നെ ഒന്നിനും സമ്മതിക്കൂല. ഈ ഒരു ടൈമിൽ നല്ലൊരു മൂഡായിരിക്കും കേട്ടോ. ഓളെ കുളിപ്പിച്ച് മാറ്റി നിപ്പിക്കുന്ന ഒരു സമയത്ത് നല്ലൊരു മൂഡായിരിക്കും. ഈ ഒരു സമയത്ത് എല്ലാം എടുത്ത് തീർത്തിനില്ലെങ്കിലുണ്ടല്ലോ പിന്നെ ഒരു പണി നടക്കൂല. നമ്മൾ അധികം ലേറ്റ് ആക്കാണ്ട് ഫോണിലൊന്നും കളിക്കാണ്ട് വേഗം കിച്ചണിലേക്ക് പോയാൽ അന്നത്തെ ഉച്ചക്കത്തെ പണികളെല്ലാം പെട്ടെന്ന് കഴിയും. എന്നിട്ട് ഇഷ്ടംപോലെ സമയം ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ ആദ്യം തന്നെ വേഗം പിന്നെ ചോറ് വാർത്തി വെക്കുന്നുണ്ട്. അതവിടെ കഴിഞ്ഞാൽ പിന്നെ വലിയൊരു പണി കഴിഞ്ഞിട്ടാ. പിന്നെ നമുക്ക് കറി മെല്ലെ ആക്കിയെടുത്താൽ മതി. ചോറാക്കാനാണ് വലിയ പണി കേട്ടാ എനിക്ക് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഞാൻ ഈ അരിപ്പ സിങ്കിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വെച്ചിട്ട് വെള്ളം ഊറ്റി എടുക്കില്ല കേട്ടോ. ഇങ്ങനെ ഒരു പാത്രത്തിൻ്റെ മേലെ വെച്ചിട്ട് ഊറ്റിയെടുത്തിട്ട് ആ വെള്ളം അങ്ങ് എടുത്ത് ഒഴിച്ച് കളയും. അങ്ങനെ കേട്ടാ ചെയ്യൽ. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്കിഷ്ടം. ചോറ് ഉണ്ടാക്കിയെടുക്കാൻ പെട്ടെന്ന് തീരും. പക്ഷേ എങ്കിലുണ്ടല്ലോ നമ്മൾ നാട്ടിലത്തെ പോലെ വാർത്താത്തതുകൊണ്ട് ഇത് ഊറ്റിയെടുക്കുന്നതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ ഇതിൽ വെള്ളം പെട്ടെന്ന് പോയി കിട്ടൂല കേട്ടോ. എനിക്കങ്ങനെ തോന്നൽ പെട്ടെന്ന് പോയി കിട്ടൂല. അപ്പം വെള്ളം അടിയിലൊരു ഊറി നിന്ന പോലെ ഉണ്ടാവും. അപ്പോൾ കുറച്ച് മുന്നേ ആക്കി വെച്ചാൽ മാത്രം കേട്ടോ അതിലുള്ള വെള്ളമൊക്കെ മൊത്തത്തിൽ വെറ്റിയിട്ട് നല്ലപോലെ ആയിട്ട് കിട്ടും. പക്ഷെ ഒന്നാമത് എൻ്റെ ഈ ഒരു അരിപ്പയും അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. മൊത്തത്തിൽ ഓട്ടമുള്ളതാ ശരിക്കും ഊറ്റിയെടുക്കാൻ നല്ലത്. അപ്പോഴത്തേക്ക് പാച്ചുവിൻ്റെ ഈ ഒരു മൂടൊക്കെ പോയിട്ട് ഓളെ കോലയെല്ലാം മാറാൻ തുടങ്ങി കേട്ടാ. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ വേഗം പോയിട്ട് ഓളൊന്നും ഉറക്കുക. അതിൻ്റെ മുന്നേ ഈ കുറച്ച് കായ് ഉണ്ടേനും അത് വറവാക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെച്ച് പോവാന്ന്. അപ്പോൾ പിന്നെ നമ്മൾ വരുമ്പോഴേക്ക് അതിൻ്റെ കറയൊക്കെ പോയിന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഞാനതൊന്ന് സ്പീഡിൽ അരിഞ്ഞിട്ടെടുക്കുന്നുണ്ട്. ഏത് പഴമാണെന്നൊന്നും എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ കേട്ടോ. നേന്ത്രപ്പഴമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. പച്ചക്കായ കേട്ടാ. നേന്ത്രപ്പഴം ഇതുപോലെയുള്ള കുറേ പഴം ഉണ്ട് കേട്ടോ. പക്ഷേ ഇത് നേന്ത്രപ്പഴം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആക്കിയരം.
അപ്പോൾ ഞാൻ കായ ഫുള്ളായിട്ട് അരിഞ്ഞിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അധികമായിട്ടൊന്നും കാണിക്കുന്നില്ല. ഞാൻ സ്പീഡ് കൂട്ടിയിട്ടാക്കുന്ന കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ബോറടിച്ച് നിങ്ങൾ മേരിക്കും. അതിന് നല്ലത് വേഗം ചെയ്ത് തീർക്കുന്നതാണ് നല്ലത്. അപ്പം ഞാൻ എല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ മൂടിയിട്ട് കുറച്ച് ദൂരോട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പാച്ചുവിനെ ഉറക്കി വന്നിട്ട് കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് കുമ്പളുണ്ടായിരുന്നു കേട്ടോ. അത് അരിയുന്നുണ്ട് കേട്ടോ. ഇത് കുമ്പളാണോ? കുമ്പളം തന്നെയായിരിക്കും. പിന്നെ കുമ്പളുണ്ടേനും അത് അരിയുന്നുണ്ട്. ഇതിപ്പോൾ ഉണ്ടല്ലോ എനിക്ക് വലിയ പണിയാണ്. ഞാൻ എൻ്റെ ഷോർട്സിലൊക്കെ പറയുന്നത് തായ്ക്കൊക്കെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. വലിയ സാധനം ഇത് ഒന്ന് മാത്രമേ കിട്ടും കേട്ടോ. പീസാക്കിയിട്ടൊന്നും കിട്ടൂലെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്നാലും നമുക്ക് രണ്ടാൾക്ക് വേണ്ടിയിട്ടുണ്ടല്ലോ വലിയത് വാങ്ങിയിട്ട് വരും. അത് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. കാരണം കുറേതെല്ലാം പോയി പോകും കേട്ടോ. അപ്പം നമുക്ക് അധികം വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ. ചിലതെല്ലാം പാട് പോയി പോകും. കാരണം നമുക്ക് രണ്ടാൾക്ക് വേണ്ടിയിട്ട് ഇത്ര കാര്യം വാങ്ങുമ്പോൾ നമുക്ക് ഒരു കറി വെച്ചാൽ നമുക്ക് 2 ദിവസം എടുക്കാനുണ്ടാവും. പിന്നെ ഇത്ര കാര്യത്തിൻ്റെ ആവശ്യമില്ല. അത് ഞാൻ എങ്ങനെയെങ്കിലും തീർക്കല കേട്ടോ. ഞാൻ ചില സമയത്തുണ്ടല്ലോ ഈ മോര് കറി പിന്നെ പച്ചടി അങ്ങനെയൊക്കെ വെക്കും. അപ്പോൾ ഇന്ന് ലാസ്റ്റ് പീസ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കുറച്ച് പരിപ്പും അതുപോലെ തന്നെ പരിപ്പും കുമ്പളം ഇട്ടിട്ട് തേങ്ങ അരച്ചിട്ട് വെക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ പരിപ്പ് എനിക്ക് മസൂർ പരിപ്പായിട്ടാണ് കിട്ടിയത്. അത് വെക്കുമെന്നൊന്നും അറിയില്ല. പക്ഷെ എന്നാലും ഞാൻ വെച്ച് നോക്കി കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റുള്ള കറി തന്നെയും ഒന്നും പ്രശ്നമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കറിയിലേക്ക് കുറച്ച് പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് ഉള്ളിയും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് കുറച്ച് വെള്ളവും പറഞ്ഞിട്ട് അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. എല്ലാം നമുക്ക് മേലെ വെച്ചിട്ട് അങ്ങ് തീർക്കും കേട്ടോ. പിന്നത്തേക്ക് വെക്കൂല, എല്ലാം ഉടനടി വെക്കും. പിന്നെ തീരെ പാച്ച് സമ്മതിച്ചില്ലേ മാത്രം കേട്ടോ ഞാൻ തായ്ക്ക് വരാൻ വെയിറ്റ് ചെയ്യും. അല്ലെങ്കിൽ അപ്പം തന്നെ വേഗം തീർക്കും എല്ലാ പണികളും. പിന്നെ നമ്മൾ ഇത് എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് പോയി ഇരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ തന്നെ നിന്ന് പോകും കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ കായുപ്പേരി ഉണ്ടല്ലോ, നമ്മൾ കായ് വറവുണ്ടല്ലോ നമ്മൾ അരിഞ്ഞു വെച്ചത്, അതിലേക്ക് ഞാൻ കുറച്ച് പച്ചമുളക്, ഉള്ളി, കറിവേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്, ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ അത്രയും സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നിട്ട് നല്ല പോലെ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ലാസ്റ്റ് ഇതിൻ്റെ ഭാഗത്തേക്ക് പോയിട്ട് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്താൽ മതി. നമ്മളെ വറവ് കഴിഞ്ഞ് കേട്ടോ. വറവ്, തോരൻ അങ്ങനെ പലതും പറയും കേട്ടോ. ഇതിന് എൻ്റെ നാട്ടിലെല്ലാം വറവ് എന്ന് പറയല്. തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ അധികം നേരം കുക്ക് ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ നല്ലപോലെ വെന്ത് വന്നിനിപ്പോൾ. അപ്പോൾ ഞാനൊന്ന് അടച്ച് വെച്ചിട്ട് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തിട്ട് തീ ഓഫ് ആക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കുണ്ടല്ലോ നമ്മൾ ആദ്യം വെച്ച കറി ഉണ്ടല്ലോ അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി അരച്ച് പറഞ്ഞാൽ നമ്മളെ കറിയും കൂടി റെഡിയാവും. കുമ്പളവും പരിപ്പും നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ഉടച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ അരച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് അരി കലക്കിയതൊക്കെ ചേർക്കും കേട്ടോ. അപ്പം കുറച്ച് നല്ല ടൈറ്റായിട്ട് കിട്ടും. കുമ്പളത്തിൽ സാധാരണ അങ്ങനെ ചേർക്കും എന്ന് പറയാൻ കേൾക്കലുണ്ട്. ഞാൻ ചേർക്കലില്ല കേട്ടോ. ഞാൻ കൂടുതലും ഇതിലേക്ക് ചിലപ്പോൾ തൈര് ചേർക്കലുണ്ട്. അത് പരിപ്പില്ലാത്തത് വെക്കുമ്പോൾ കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെ വറവാക്കിയ പാൻ ഉണ്ടല്ലോ അതൊന്ന് മാറ്റിയെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കടുകും കുറച്ച് കായ്മുളകും പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പില നമ്മൾ ആദ്യം ഒരുപാട് ചേർത്തോണ്ട് തന്നെ ഇപ്പം ചേർക്കുന്നില്ല. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ കറീൻ്റെ പരിപാടി ഇത്രയേ ഉള്ളൂ. നമ്മളെ കറി ഇവിടെ റെഡിയായി. ചില സമയത്ത് ഞാൻ മീൻ വരട്ടുകയും ചെയ്യും കേട്ടോ. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ മീൻ കറി വെക്കുമ്പോൾ അത്ര ചിലവാവില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ വെക്കില്ല കേട്ടോ. കാരണം രാത്രിയൊക്കെ നമ്മൾ വേറെ എന്തെങ്കിലും ആക്കല കറി. അപ്പോൾ പിന്നെ മീൻ കറിയും കൂടി ആക്കുമ്പം 2 ദിവസം 2 കറിയും എടുക്കൽ ഭയങ്കര ശോകമായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇപ്പം ഫിഷ് ഫ്രൈ ചെയ്തിട്ട് എടുക്കൽ. ഇതേതാ മീനെന്നൊന്നും എനിക്ക് വലിയ പിടുത്തമില്ല. എന്തായാലും ഞാൻ നല്ലപോലെ മസാലയൊക്കെ പുരട്ടിയിട്ട് അത് നല്ലോണം പൊരിച്ചിട്ട് എടുക്കുന്നുണ്ട്. ഇനിയിപ്പം നേരെ നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ പോകാം. നമ്മൾ ഉച്ചക്കത്തെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പുറത്ത് പോയ ആൾക്കാരൊക്കെ പെട്ടെന്ന് തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഉച്ചക്ക് 1-1.5 മണിയെല്ലാം ആയിട്ടുണ്ടാവും. അപ്പോൾ ലഞ്ചിന് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച സംഗതികൾ തന്നെ ചോറ്, അതുപോലെ തന്നെ കറി, മത്തങ്ങ കറി ഉണ്ടല്ലോ, മത്തങ്ങയല്ല കുമ്പളത്തിൻ്റെ കറി ഉണ്ടല്ലോ അതും, അതുപോലെ തന്നെ ഫിഷ് ഫ്രൈ, അതുപോലെ തന്നെ നമ്മൾ വറവ്, അത് മാത്രമേ ഉള്ളൂ. പിന്നെ പപ്പടമുണ്ട്, പിന്നെ വേണ്ടവർക്ക് തൈരുണ്ട്, അച്ചാറുണ്ട്. അത് രണ്ടും എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എടുത്തിനില്ല. ഇങ്ങനെ ഫുഡ് കഴിക്കുന്നതിന് ഇടയ്ക്ക് ഫോൺ നോക്കലില്ല. എപ്പെങ്കിലും നോക്കിയാലായി, അല്ലെങ്കിൽ നോക്കൂല കേട്ടോ. പിന്നെ ഫുഡ് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഫോണൊക്കെ നോക്കും. പിന്നെ നമ്മൾ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ കഴുകി വെക്കാൻ, അതൊക്കെ കഴുകി വെക്കും. പിന്നെ എന്നിട്ട് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്ത് തീർക്കും കേട്ടോ. പോയിട്ട് കിടന്ന് ഉറങ്ങുന്ന പരിപാടികളൊന്നും ഇല്ല ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ. എന്നിട്ട് കുറച്ച് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ കേട്ടോ കുറച്ച് നേരം കിടക്കുകയെല്ലാം ചെയ്യാം. ഇനിയിപ്പോൾ കുറച്ച് തുണിയൊക്കെ അലക്കാനുണ്ട് കേട്ടോ. ഞാൻ എല്ലാ ദിവസവും അലക്കുന്ന ആളല്ല, 2 ദിവസത്തിൽ 1 ദിവസം അലക്കും, അങ്ങനെ കേട്ടോ ചെയ്യൽ. അപ്പോൾ ഇന്ന് അലക്കേണ്ട ദിവസം അതുകൊണ്ട് ഞാൻ അലക്കേണ്ട സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ആ ടൈമിൽ തന്നെ മൊത്തത്തിൽ ഒന്ന് അടിച്ച് വരെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് രണ്ടും എല്ലാ ദിവസവും ചെയ്യുന്ന പണിയാണ്. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഇത് രണ്ടും എല്ലാ ദിവസവും ചെയ്യുന്നൊരു പണി കേട്ടോ. അപ്പോൾ തുടച്ചെടുത്തിന് ഇനിയിപ്പോൾ പണിയെന്ന് വെച്ചാൽ കുട്ടികളെല്ലാം ഒന്ന് കുളിപ്പിച്ച് സെറ്റാക്കി മാറ്റി വെക്കണം. വെറുതെ കേട്ടോ, വെറുതെ ചെയ്യുന്നതാണ്. എന്നാലും ഒന്ന് സെറ്റാക്കി വൈകുന്നേരം മൊത്തത്തിലൊന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി വെക്കും ഒന്നും കൂടിയും.
ഇതിപ്പോൾ തന്നെ ഇവർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ എല്ലാം വലിച്ച് ചാടി പിന്നെ ഓലേതായിട്ടുള്ള കളിയിലേക്ക് പോകും. അതുകൊണ്ട് നമ്മൾ വെറുതെ ഞാനത് മൈൻഡ് ചെയ്യില്ല. എന്നാലും എല്ലാ ദിവസവും അതുപോലെ അങ്ങനെ ഈ റൊട്ടീൻ അങ്ങ് ചെയ്യും അത്ര തന്നെ. പിന്നെ കുറച്ച് നേരം ഉറങ്ങോട്ടം ചെയ്തിട്ടുണ്ടെങ്കിൽ കേട്ടോ അതുപോലെ തന്നെ നിൽക്കൂ. അല്ലെങ്കിൽ എല്ലാം ഓലേതായ ഇഷ്ടത്തിനുള്ള കളികളാണ്. ഞാൻ അങ്ങനെ തടയാനൊന്നും പോക്കില്ല. ഇതിപ്പോൾ ഏകദേശം ഒരു ഈവനിങ് ടൈം ഒക്കെ ആയിന് കേട്ടോ. ഈവനിങ് ടൈം എന്ന് വെച്ചാൽ ഒരു 6 മണിയൊക്കെ ആവാനായി കേട്ടോ. ഒരു 5:30-6 മണിയൊക്കെ ആവാനായി. ഇപ്പം ഞാൻ ഉച്ചക്ക് തന്നെ ഉണ്ടല്ലോ കുറച്ച് ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ എല്ലാ ദിവസം ഈവനിങ് ടൈം ആകുമ്പം ഒന്നിക്കെങ്കിലും ഞാൻ എന്തെങ്കിലും റെസിപ്പിയോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് വലിയ കഴിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടെങ്കിൽ അതെടുത്ത് കഴിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് പയറുണ്ടേനും അത് വേവിച്ച് വെച്ചിട്ടുണ്ട് ഉച്ചക്ക് തന്നെ കേട്ടോ. പിന്നെ വൈകുന്നേരം ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ അത് ഇവൽക്കൊന്ന് സെറ്റാക്കി കൊടുക്കണം. കാരണം എല്ലാ ദിവസവും നമ്മൾ ബാക്കിയുള്ള അത്ര ഹെൽത്തി അല്ലാത്ത സാധനങ്ങളാണല്ലോ തിന്നുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്നിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളവും അതുപോലെ തന്നെ കുറച്ച് തേങ്ങ ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഉച്ചക്ക് തന്നെ വേവിച്ച് വെച്ചോണ്ട് തന്നെ ഫുള്ളൊരു തണിഞ്ഞു പോയിന് കേട്ടോ. അതുകൊണ്ട് ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് ഒന്ന് പതപ്പിച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു ചൂട് വേണ്ട. എൻ്റെ അതിലേക്ക് ഞാൻ കുറച്ച് ഏലക്ക പൊടിച്ചത് കേട്ടോ ഇപ്പോൾ ഇട്ട് കൊടുത്തത്. ചെറിയൊരു ഇളം ചൂടുള്ള വെള്ളം കേട്ടോ ഒഴിച്ചു കൊടുത്തത്. പച്ച വെള്ളമല്ല ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് അത് നല്ലോണം ഒന്ന് പതഞ്ഞ് വരുമ്പോണ്ടല്ലോ എനിക്കൊരു തോന്നൽ ഇതിൽ മധുരം പോരാന്ന് കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് വെള്ളം കൂടി ഒരുക്കിയിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തേട്ടാ. ഞാൻ ആദ്യം ചെറിയൊരു പിഷ്ക്ക് കാണിച്ചതാ, പക്ഷേങ്കിൽ നടന്നില്ല കേട്ടോ. ഒട്ടും മധുരം ഇല്ലേനു. അപ്പോൾ പിന്നെ കുറച്ചും കൂടി വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ആക്കി എടുത്ത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേങ്കിൽ അധികം കഴിക്കാനും ഇഷ്ടമല്ല കേട്ടോ. അധികം കഴിക്കുമ്പോൾ ഭയങ്കര മടുപ്പ് തോന്നുന്നൊരു സാധനം ഇതാ. ഒന്നാമത് പയറാണല്ലോ. അപ്പോൾ കുറച്ചൊക്കെ കഴിക്കാൻ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊന്ന് മൂടി വെച്ചിട്ടുണ്ടല്ലോ. ഞാൻ വേഗം പുറത്തേക്കൊന്ന് പോയി നോക്കിയേട്ടാ. അപ്പോൾ ഏകദേശം ഒന്ന് ഇരുടൊക്കെ വരാൻ തുടങ്ങിയതിന് കുട്ടികളുണ്ട് പുറത്തുനിന്ന് കളിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം മുലടുത്തൊക്കെ ഇരുന്ന് എന്നിട്ട് വന്നിട്ട് അത് നല്ലോണം ഒന്ന് പതിച്ചിട്ടൊക്കെ വന്നിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സെറ്റായി കിടക്കുന്നുണ്ട്. നമ്മൾ വെല്ലവും തേങ്ങയും നല്ല പോലെ വെന്ത് വന്നിട്ട് നല്ല സെറ്റായി വന്നതിന് ഇനിയിപ്പോൾ ഇതൊന്ന് തണിഞ്ഞ് കിട്ടിയാൽ നമുക്ക് മൂന്നാക്കും കുത്തിട്ട് തിന്നാം. തായ്ക്ക ഷോപ്പിലുള്ളത് പിന്നെ തായ്ക്കാൻ്റെ കാര്യം നോക്കണ്ട, വയ്യ വന്നിട്ട് തിന്നോളും. നമ്മൾ മൂന്നാളും കുത്തരിന് തിന്ന്. പക്ഷേങ്കിൽ തിന്നലെന്നൊന്നും പറയാൻ പറ്റൂല കേട്ടോ. വാരി പറ്റിക്കൽ എന്നൊക്കെ പറയൂലേ, അതുപോലെ ഏട്ടാ. ഒരാൾ വാരി പറ്റിക്കുന്നുണ്ട്, ഒരാൾ വാരി എറിയുന്നുണ്ട്. അങ്ങനെ ഏട്ടാ എൻ്റെത് മാത്രം തിന്നിട്ട് ഇങ്ങനെ പോകും. ഇവൾക്ക് തോന്നുന്ന രീതിയിൽ തിന്നും അത്ര തന്നെ കേട്ടാ. ഇത് തിന്ന് കഴിയുമ്പോൾക്ക് ഒരു യുദ്ധം കഴിഞ്ഞ പോലെ ഉണ്ടാവുമല്ലോ, അതുപോലെ ആയിരിക്കും കേട്ടോ. നമ്മളെ ടേബിളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുക്കാൻ തന്നെ വലിയ പണിയാണ്. പിന്നെ പറഞ്ഞൊന്നും കാര്യമില്ലല്ലോ, നമ്മൾ തന്നെ വൃത്തിയാക്കി എടുക്കണം. അല്ലെങ്കിൽ അതങ്ങനെ തന്നെ അവിടെ കിടക്കും. അതുകൊണ്ട് ഞാൻ അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ട് നിസ്കാരമെല്ലാം കഴിഞ്ഞ് കേട്ടോ. അപ്പോഴത്തേക്ക് മഗ്‌രിബ് അങ്ങൊക്കെ കൊടുത്തു. നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് നേരം പുറത്ത് വന്നതാ. ഇനിയിപ്പോൾ ഉണ്ടല്ലോ ഏകദേശം ഒരു 7-7:30 മണിയായിട്ടുണ്ടാവും. അപ്പോൾ തന്നെ ഞാൻ വേഗം ദോശ ചുടാൻ തുടങ്ങുന്ന കേട്ടോ. കാരണം ഇവരെ രണ്ടാളും പിടിച്ച് കിടത്തി ഉറക്കണം. അല്ലെങ്കിൽ ഇനിയും എനിക്ക് ഇതേ പണികൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ ദോശയും അരിയുണ്ടേനും. അപ്പോൾ വേഗം അതാ ചുട്ടു കൊടുത്തിട്ട് ഓളെ പിടിച്ച് കിടത്തി ഉറക്കാൻ നോക്കുന്ന കേട്ടോ. ഓൾ ഉറങ്ങുമ്പോൾ മറ്റോളും തനിയെ ഉറങ്ങിക്കോളും. അതുകൊണ്ട് പിന്നെ സാരമില്ല. അല്ലെങ്കിലും രാവിലെ എണീക്കും കേട്ടോ രണ്ടാളും. അതുകൊണ്ട് തന്നെ പിന്നെ ഈ ഒരു സമയമൊക്കെ ആകുമ്പോൾ തന്നെ ഉറക്കം തൂങ്ങി നടക്കും കേട്ടോ. 7:45 ആകുമ്പോൾക്ക് ഉറക്കം തൂങ്ങി കരച്ചിലൊക്കെ തുടങ്ങും രണ്ടാളും. അപ്പോൾ ഓല സെറ്റാക്കി ഉറക്കിയാൽ എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഓല സെറ്റാക്കി വിടുന്നുണ്ട്. അപ്പോൾ ഓൽക്ക് വേണ്ട ദോശ മാത്രം ഇപ്പോൾ ചുട്ടെടുത്തിട്ട് ബാക്കി അരി അങ്ങനെ തന്നെ ഇവിടെ വെക്കും. എന്നിട്ട് വയ്യെ ചുട്ടെടുക്കുക ചെയ്യാം. നമുക്ക് ചൂടാലെ തന്നെ കഴിക്കാൻ ചുട്ടെടുക്കും. ചില സമയത്ത് ഈ ഒരു ടൈമിൽ തന്നെ നമ്മളെല്ലാവരും കഴിക്കും. പിന്നെ എനിക്ക് പറയാനുള്ളൊരു മെയിൻ കാര്യം കേട്ടോ, നമ്മളെ ഫാമിലി 30K ഫാമിലി ആയിട്ടുണ്ട്. അപ്പോൾ എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല കേട്ടോ. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും ഒരു കമൻറ്റെങ്കിലും ഇടുക കേട്ടോ, ഒരു ഹാർട്ടെങ്കിലും ഇടുക. അപ്പോൾ ബൈ.